നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏപ്രിൽ പകുതിയോടെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പുണ്ടായേക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം എത്തും. കേരളത്തോടൊപ്പം തമിഴ്നാടും ബംഗാളും അസമും പുതുച്ചേരിയും ജനവിധി തേടും. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. 2 ടൈം വ്യവസ്ഥ CPM-ഉം CPI-യും കർശനമാക്കില്ല. UDF-ൽ ലീഗിന് കൂടുതൽ സീറ്റ് നൽകിയേക്കും. NDA-യിൽ അധിക സീറ്റ് ആവശ്യപ്പെട്ട് BDJS. ശബരിമലയിൽ വൻ കവർച്ചയ്ക്കായി ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ബാംഗ്ലൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് SIT. സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് ഒക്ടോബറിൽ. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. പുനർജനിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനുമായി അവിശുദ്ധ ബന്ധമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. വിദേശയാത്രാ ചെലവ് വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ. വിദേശ പണം കൈകാര്യം ചെയ്തത് പ്രത്യേക അക്കൗണ്ടിൽ. പണം സ്വരൂപിച്ച ട്രസ്റ്റും ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കാത്തത് സംശയകരമെന്നും റിപ്പോർട്ട്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. കളമശ്ശേരിയിൽ പൊതുദർശനം. ഖബറടക്കം നാളെ 10 മണിക്ക് ആലുവയിലെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ. വിടവാങ്ങിയത് MSF-ലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ലീഗിന്റെ സമുന്നതനായ നേതാവ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടി ജയിലിൽ അടച്ചതിൽ ലോകമെമ്പാടും പ്രതിഷേധം. US തീരുമാനത്തെ വിമർശിച്ച ഭൂരിഭാഗം ലോകരാജ്യങ്ങൾ. ട്രംപിന്റെ വിദേശ നയത്തിന് അമേരിക്കൻ റിപ്പബ്ലിക് അനുയായികളുടെ പിന്തുണ. US ഉപരോധങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയിൽ. വെനസ്വേലൻ ഓഹരി വിപണി ഉയർച്ചയിൽ. ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിഷേധിച്ച് മഡൂറോ. വിജയ് ഹസാരെ ട്രോഫി ഏകദിനത്തിൽ പുതുച്ചേരിക്കെതിരെ കേരളത്തിന് 8 വിക്കറ്റ് ജയം. കേരളത്തിന്റെ വിഷ്ണു വിജയ്ക്ക് 84 പന്തിൽ നിന്നും 162 റൺസ്. ISL-ൽ അനിശ്ചിതത്വം അവസാനിക്കുന്നു. 12ാം സീസൺ ഗോവയിൽ. മത്സരം അടുത്ത മാസം പകുതിയോടെ. വാർത്തകൾ വിശദമായി നോക്കാം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ പകുതിയോടെയാകും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നാണ് വിവരം. ഒറ്റഘട്ടമായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. കൂടുതൽ കേന്ദ്രസേന വേണമെന്ന് പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6-നായിരുന്നു. ഒറ്റഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് മെയ് 2-നും. അതുപോലെ തന്നെ ഒറ്റഘട്ടമായിട്ടായിരിക്കും സംസ്ഥാനത്ത് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 2ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തിയ പശ്ചാത്തലത്തിൽ അത്തരമൊരു നിർദ്ദേശം ഉയർന്നു വന്നെങ്കിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്വീന്ദർ സിംഗ് സദ്ദു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. SIR നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് കേന്ദ്രസേനയെ അനുവദിക്കണമെന്ന് CE രത്തൻ യു ഖേൽക്കർ ആവശ്യപ്പെട്ടു. സമാന ആവശ്യം പശ്ചിമ ബംഗാളും ഉന്നയിച്ചിട്ടുണ്ട്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മെയ് 7-ന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ സർക്കാർ അധികാരത്തിലെത്തണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ ഇറങ്ങാൻ മുന്നണികൾ. തിരക്കിട്ട സീറ്റ് ചർച്ചകൾ 3 മുന്നണികളിലും ആരംഭിച്ചു. LDF-ൽ CPM-ഉം കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചേക്കും. 2 ടൈം വ്യവസ്ഥ. CPM-ഉം CPI-യും ഇക്കുറി കർശനമാക്കില്ല. UDF-നുള്ളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ സാധ്യത കുറവാണ്. അതേസമയം ലീഗിന് കൂടുതൽ സീറ്റ് നൽകും. NDA-യിൽ BDJS കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നണികൾ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അനൗദ്യോഗികമായി തന്നെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ കളത്തിലിറങ്ങിയ മുന്നണികൾ പ്രാഥമിക ഘട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ്. CPM ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് സാധ്യത. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ 2 ടൈം വ്യവസ്ഥ CPM-ഉം CPI-യും ഇക്കുറി കർശനമാക്കുന്നില്ല.
2 ടേം വ്യവസ്ഥ പാലിച്ചാൽ പ്രമുഖരും ജനകീയരുമായ പല MLA-മാരും മാറി നിൽക്കേണ്ടി വരുമെന്നതിനാൽ അത് തിരിച്ചടിയാകുമോ എന്ന് 2 പാർട്ടികളും ഒരുപോലെ ആശങ്കയിലാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുതൽ സീറ്റുകളും അതോടൊപ്പം സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പേരാമ്പ്ര, കുട്ടനാട്, തിരുവനന്തപുരം നോർത്ത് സീറ്റുകൾ വെച്ചുമാറണമെന്നാണ് ആവശ്യം. UDF-ൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ച 25 സീറ്റുകൾക്കപ്പുറം കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിനോട് പിടിവാശി കാട്ടേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇക്കുറി കോൺഗ്രസും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയില്ല. RSP ജയസാധ്യതയുള്ള സീറ്റുകൾ മതിയെന്ന നിലപാടിലാണ്. ചവറ കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. NDA-യിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം BDJS വളരെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ജയസാധ്യതയുള്ള സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ പ്രതീക്ഷയുള്ള സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ല എന്ന നിലപാടാണ് BJP-ക്കുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടന്നത് വൻ ഗൂഢാലോചനയെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും അന്വേഷണം അട്ടിമറിക്കാൻ പ്രതികൾ ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയെന്ന് SIT ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് SIT-യുടെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുവാൻ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും കൂടി ഗൂഢാലോചന നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് SIT ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. കേസിലെ 10ാം പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും 3 പ്രതികളും ബാംഗ്ലൂരിൽ ഒത്തുകൂടി കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് SIT പറയുന്നു. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും മാത്രമല്ല, ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി പോലും മോഷ്ടിക്കാൻ പ്രതികൾക്ക് വിശദമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും SIT പറയുന്നു. 1995 വർഷം മുതൽ ശബരിമലയിൽ സ്ഥിര സന്ദർശകനായിരുന്ന ഗോവർദ്ധന് UB ഗ്രൂപ്പ് 1998-ൽ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ വിവരം അറിയാമായിരുന്നു. വാങ്ങിയ സ്വർണത്തിന് 14.97 ലക്ഷം രൂപ നൽകിയെന്ന ഗോവർദ്ധന്റെ വാദം കുറ്റകൃത്യത്തിൽ തന്നെ അയാൾക്ക് എതിരെയുള്ള തെളിവാണെന്നും SIT പറയുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോഷണ സ്വർണം വാങ്ങിയതിനാൽ ഗോവർദ്ധൻ സ്വർണ്ണക്കൊള്ളയിലെ കൂട്ടുപ്രതിയാണെന്നും SIT വാദിക്കുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലാത്തതിനാലും എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന്റെ പൂർണ്ണമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്തതിനാലും ഗോവർദ്ധന് ജാമ്യം നൽകരുതെന്നാണ് SIT കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം ദുരൂഹമാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പുനർജനിക്കായി മാത്രം മണപ്പാട്ട് ഫൗണ്ടേഷൻ പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതായും വിദേശത്തു നിന്നും പിരിച്ചെടുത്ത പണം വന്നത് ഈ അക്കൗണ്ടിലേക്കാണെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും 2018 നവംബർ 27 മുതൽ 2022 മാർച്ച് 8 വരെ ആ അക്കൗണ്ടിലൂടെ വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി 1.27 കോടി രൂപ പിരിച്ചെടുത്തതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറന്റ് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചത്. അതേസമയം UK-യിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOU-വും ഒപ്പുവെച്ചിട്ടില്ല. സാധാരണഗതിയിൽ NGO-കൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ MOU ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അത്തരത്തിലൊരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടില്ല എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK-യിലേക്ക് പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി ഈ ടിക്കറ്റ് തരപ്പെടുത്തിയത്. ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK-യിലെ താമസ സൗകര്യങ്ങളും മറ്റു ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. ജനകീയനായ ജനപ്രതിനിധിയായിരുന്നു അന്തരിച്ച മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇബ്രാഹിം കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇബ്രാഹിം കുഞ്ഞിന്റെ ഭൗതികദേഹം കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. പഴയ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തെയും കളമശ്ശേരിയെയും പ്രതിനിധീകരിച്ച ജനപ്രതിനിധി പൊതുമരാമത്തും വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്തപ്പോൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും വകുപ്പുകൾ ഭരിച്ച മന്ത്രിയായിരുന്നു അദ്ദേഹമെന്ന് VD സതീശൻ അനുസ്മരിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാട് UDF-ന് വലിയ നഷ്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹം വ്യവസായ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഭരിച്ചപ്പോൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും വൃത്തിയായി, നന്നായി ആ വകുപ്പുകൾ ഭരിച്ച ഒരാളാണ്. വളരെ സൗമ്യമായി ആളുകളോട് ഇടപഴകുകയും
സ്നേഹപൂർണമായ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. കളമശ്ശേരി പാലക്കമുകൾ ജുമാ മസ്ജിദിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് അന്ത്യോപചാരം അർപ്പിച്ചത്. തുടർന്ന് ഭൗതികദേഹം സൗത്ത് കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചു. MP ബെന്നി ബെഹനാൻ, MLA അൻവർ സാദത്ത് തുടങ്ങിയവരും ഇബ്രാഹിം കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ആലങ്ങാട് ചിറയത്തെ വീട്ടിലേക്ക് മാറ്റി. നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കുക. അമൃത ന്യൂസ്, കൊച്ചി. മലബാറിനപ്പുറം മധ്യകേരളത്തിൽ ലീഗിന്റെ സാന്നിധ്യം അറിയിച്ച VK ഇബ്രാഹിം കുഞ്ഞ് പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്നു. 2006 മട്ടാഞ്ചേരിയിൽ നിന്നും 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുമാണ്. വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിച്ചടിയായത് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. എറണാകുളം ജില്ലയിലെ കൊങ്ങൂർപ്പിള്ളിയിൽ VU ഖാദറിന്റെയും ചിത്തുമ്മയുടെയും മകനായാണ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജനനം. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആരംഭം. പിന്നീട് യൂത്ത് ലീഗ്, ജില്ലാ മുസ്ലിം ലീഗ് എന്നിവയുടെ ഭാരവാഹിയായി. യൂത്ത് ലീഗ് പ്രവർത്തനത്തിലൂടെ വളർന്ന ഇബ്രാഹിം കുഞ്ഞ് ലീഗ് അനുകൂല തൊഴിലാളി സംഘടനയിലും സജീവമായിരുന്നു. 5 വർഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. പിന്നീട് സംസ്ഥാന തലത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ചു. 2001-ൽ മട്ടാഞ്ചേരിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിൽ വിജയിച്ചു. 2006-ൽ മട്ടാഞ്ചേരിയിൽ നിന്നും 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിലെത്തി. 2005 ജനുവരിയിൽ ഐസ്ക്രീം പാർലർ വിവാദത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ പകരക്കാരനായത് VK ഇബ്രാഹിം കുഞ്ഞാണ്. MLA ആയ ആദ്യ ടേമിൽ തന്നെ മന്ത്രിയായതോടെ ലീഗിന്റെ പ്രധാന നേതാക്കളുടെ പദവിയിലേക്ക് ഇബ്രാഹിം കുഞ്ഞ് ഉയർന്നു. 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നതിനു പിന്നാലെ ശ്വാസകോശാർബുദം ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കി. തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഡയറക്ടർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ലീഗിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച നേതാവായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന് PK കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു. പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ റോഡുകൾ പരാതി കൂടാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവ് കാട്ടിയിരുന്നു. വിവാദങ്ങളും വിമർശനങ്ങളും നന്മകൊണ്ട് സൗമ്യതയോടെ നേരിട്ടു. കേരളത്തിന്റെയും ലീഗിന്റെയും നഷ്ടമെന്ന് കുഞ്ഞാലിക്കുട്ടി അനുശോചിച്ചു. കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി സജീവ പ്രവർത്തനത്തിന് സാധിക്കാതെ ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന പോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇബ്രാഹിം സാഹിബിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ദീർഘകാലം കൊച്ചിയിൽ നിന്ന് MLA ആയി, മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു. അതുപോലെ UAE-യിൽ ജീവിക്കുന്നവർ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയമാണ് സ്വദേശികളുടെയും വിദേശികളെ ഉൾപ്പെടുത്തി സർവേ നടത്തിയത്. അമിതവണ്ണം ഉള്ളവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ സർവേയുടെ കണ്ടെത്തൽ മന്ത്രാലയം പുറത്തുവിട്ടു. പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ UAE-യിൽ 14.8% കുറവുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UAE ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം നടത്തിയ സർവേയിലാണ് ഈ സുപ്രധാന കണ്ടെത്തൽ. 7 വർഷത്തിനിടെ പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ 2.4% കുറവുണ്ടെന്നും സർവേ സൂചിപ്പിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കണക്കുകളും ഈ സർവേ വെളിപ്പെടുത്തുന്നുണ്ട്. 22.4% ആളുകളും അമിതവണ്ണമുള്ളവരാണെന്നും 60% ആളുകൾ ആവശ്യത്തിന് വ്യായാമം ഇല്ലാത്തവരാണെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. 54.2% പേർക്ക് ഉയർന്ന കൊളസ്ട്രോൾ, 25.9% പേർക്ക് കൂടിയ രക്തസമ്മർദ്ദം എന്നീ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തി. എന്നാൽ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ UAE മികവ് പുലർത്തുന്നു എന്നാണ് സർവേ കാണിക്കുന്നത്. 99.6% സ്ത്രീകളും പ്രസവത്തിന് മുൻപുള്ള ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. എന്നാൽ കുട്ടികളിലെ അമിതവണ്ണം കൂടുതൽ വർദ്ധിക്കുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ 20,000 വീടുകളിലെത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. സർവേയിൽ പങ്കെടുത്തവരിൽ 60% പേർ UAE-യിലെ താമസക്കാരും 40% സ്വദേശികളുമാണ്. 2000 തൊഴിലാളികളെയും സർവേയുടെ ഭാഗമാക്കി. അമൃത ന്യൂസ്, ദുബായ്.
ദുബായിലെ പ്രധാന താമസയിടങ്ങളിൽ ഒന്നായ ഇന്റർനാഷണൽ സിറ്റിയിൽ വാഹന പാർക്കിങ്ങിന് ഇനി മുതൽ പണം അടയ്ക്കേണ്ടി വരും. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനി അറിയിച്ചു. 618 ക്യൂ എന്നതാണ് ഇന്റർനാഷണൽ സിറ്റിയിലെ പാർക്കിംഗ് കോഡ്. ഇന്റർനാഷണൽ സിറ്റിയിലെ താമസക്കാർക്ക് ഒരു പാർക്കിംഗ് ഇടം സൗജന്യമായി ലഭിക്കും. ഇതിനായി പാർക്കിംഗ് മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ അപേക്ഷ നൽകാം. ജനുവരി 15 മുതൽ പാർക്കിംഗ് പെർമിറ്റിനായുള്ള അപേക്ഷ നൽകാമെന്നും ഫെബ്രുവരി 1 മുതൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം നിലവിൽ വരുമെന്നും പാർക്കിംഗ് കമ്പനി അറിയിച്ചു. സൗദി അറേബ്യയിലെ സന്നദ്ധ സംഘടനകൾക്ക് പുതിയ പോർട്ടൽ നിലവിൽ വന്നു. പ്രാദേശിക നോൺ പ്രോഫിറ്റ് സംഘടനകളെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്ന പോർട്ടൽ കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററാണ് ആരംഭിച്ചത്. റിയാദിലെ സെന്റർ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ റോയൽ കോർട്ട് ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അൽ അറബി പുതിയ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു. ഈ പോർട്ടൽ വഴി വിദേശ രാജ്യങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന സംഘടനകൾക്ക് പ്രാരംഭ അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനകം തന്നെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി 50ഓളം സംഘടനകളെ ഇതിനായി വിലയിരുത്തി കഴിഞ്ഞു. ഇതുവരെ 109 രാജ്യങ്ങളിൽ 820 കോടിയിലേറെ ഡോളർ ചിലവഴിച്ച് 4000-ലധികം പദ്ധതികൾ സൗദി നടപ്പിലാക്കിയിട്ടുണ്ട്. സൗദിയിൽ നടക്കുന്ന ദേശീയ ബിനാമി ബിസിനസ് വിരുദ്ധ പ്രോഗ്രാം ഡിസംബറിൽ രാജ്യത്ത് വിവിധ പ്രവിശ്യകളിൽ നടത്തിയ പരിശോധനകളിൽ 123 ബിനാമി ബിസിനസ് സ്ഥാപനങ്ങൾ കണ്ടെത്തി. ബിനാമി ബിസിനസ് കേസുകൾ കണ്ടെത്താൻ ഡിസംബറിൽ 3785 സ്ഥാപനങ്ങളിലാണ് അധികൃതർ പരിശോധനകൾ നടത്തിയത്. ഡാറ്റാ വിശകലനം അടക്കമുള്ള നൂതന മാർഗങ്ങളിലൂടെ ബിനാമി സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ. സൗദിയിൽ വിദേശ നിക്ഷേപക ലൈസൻസ് നേടാതെ ബിനാമിയായി ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വിദേശികൾക്കും ഇതിന് കൂട്ടുനിൽക്കുന്ന സ്വദേശികൾക്കും 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. നിയമവിരുദ്ധമായി സമ്പാദിക്കുന്ന പണം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടുകയും ചെയ്യും. അബുദാബി ദുബായ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 സഹോദരങ്ങൾക്ക് പ്രവാസലോകം കണ്ണീരോടെ യാത്രാമൊഴിയേകി. അഷാസ്, അമ്മാർ, അസാം, അയാഷ എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ ദുബായ് മുഹസൈനയിലെ അൽ ഷുഹാദ പള്ളിയിൽ നടന്ന അസർ നമസ്കാരത്തിന് ശേഷം സുനാപൂർ ഖബർസ്ഥാനിൽ അടുത്തടുത്തായി കബറടക്കി. ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളെയും സഹോദരിയെയും മക്കളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലെത്തിച്ച് അവസാനമായി കാണിച്ചിരുന്നു. പരിക്കുകൾ അവഗണിച്ച് വീൽചെയറിൽ മക്കളുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവ് അബ്ദുൽ ലത്തീഫ് എത്തിയത് കണ്ണീർ കാഴ്ചയായി. ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ വീട്ടുജോലിക്കാരി അടക്കം 5 പേരാണ് മരിച്ചത്. സഹോദരങ്ങൾ പഠിച്ചിരുന്ന ദുബായ് അറബ് യൂണിറ്റി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അന്ത്യയാത്രയ്ക്ക് സാക്ഷികളായി. പരിക്കേറ്റ മാതാവ് റുക്സാനയും സഹോദരി ഇസയും അബുദാബി ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിലാണ്. മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനവും പ്രദർശനവും ദുബായിൽ നടക്കും. ഫെബ്രുവരി 15 മുതൽ 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് സമ്മേളനം അരങ്ങേറുക. ആയുഷ് മേഖലയുടെ രാജ്യാന്തര വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ സമ്മേളനവും പ്രദർശനവും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സഹകരണത്തോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസും പ്രദർശനവും സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരും സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കും. 100-ലേറെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകും. ആയുഷ് മേഖലയുടെ അന്താരാഷ്ട്ര വിപണി സാധ്യത വർദ്ധിപ്പിക്കുന്നതാകും ഇത്തവണത്തെ സമ്മേളനമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. This is a very important next step in our efforts to spread the awareness globally about the strengths of Indian traditional medicine. This is in line with the government of India's efforts to bring into public mind space the benefits of holistic health. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് ഗുണഫലം അടിസ്ഥാനമാക്കിയുള്ള ആയുഷ് പദ്ധതി എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. വിദഗ്ധർ നയിക്കുന്ന പാനൽ ചർച്ചകൾ, സംവാദങ്ങൾ, ആയുഷ് അടിസ്ഥാനമാക്കിയുള്ള ഹ്രസ്വചിത്ര പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 35 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തം ഇത്തവണയുണ്ടാകും. ഗ്ലോബൽ ഹോമിയോപ്പതിക് ഫൗണ്ടേഷൻ, എമിറേറ്റ്സ് ആയുർവേദ ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത്. സയൻസ് ഇന്ത്യ ഫോറം UAE രക്ഷാധികാരി സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ആയുഷ് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഈസ ബസ്താക്കി, സെക്രട്ടറി ജനറൽ ഡോക്ടർ VL ശ്യാം, വിജ്ഞാൻ ഭാരതി ദേശീയ സെക്രട്ടറി വിവേകാനന്ദ പൈ, UAE യോഗ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ഇബ്രാഹിം മുസബി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. സ്ഥിരം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനുള്ള തീരുമാനം കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണെന്ന് മാധ്യമപ്രവർത്തകൻ ഡോക്ടർ
അരുൺകുമാർ റിയാദിൽ കേളി സംഘടിപ്പിച്ച ലിറ്ററേറ്ററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ ജനാധിപത്യ മൂല്യങ്ങൾ മാധ്യമങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺകുമാറുമായി എം നയീം സംവദിച്ചു. പുതിയ കാലത്ത് വാർത്തകളെ ജനം സ്വീകരിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും ഇന്ന് സോഷ്യൽ മീഡിയ ഉൾക്കൊള്ളുന്നില്ല. ഇത് പൊള്ളയായ ഒരു പുതുതലമുറയെയാണ് സൃഷ്ടിക്കുന്നതെന്നും അരുൺകുമാർ വ്യക്തമാക്കി. കുവൈറ്റിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് തട്ടിപ്പ് പൊതുജന വിശ്വാസം നഷ്ടപ്പെടുവാനും നറുക്കെടുപ്പിൽ ഭാഗമായ മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടാനും കാരണമായതായി പബ്ലിക് പ്രോസിക്യൂഷൻ ദുരുദ്ദേശപരമായി കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയതെന്നും കേസിന്റെ അന്തിമ വിചാരണ വേളയിൽ പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകാൻ വിസമ്മതിച്ച കോടതി വിധി പ്രസ്താവിക്കുന്നതിനായി ഫെബ്രുവരി 2 വരെ കേസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് രാജ്യത്തെ പിടിച്ചുലച്ച തട്ടിപ്പ് നടന്നത്. ഹലാ കുവൈറ്റ് ആഘോഷത്തോടനുബന്ധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നറുക്കെടുപ്പിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിവിധ കാലങ്ങളിലായി നടന്ന 110ഓളം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ 12,44,000 ദിനാർ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് പ്രതികൾ തട്ടിയെടുത്തതെന്നും കണ്ടെത്തി. പ്രതികളിൽ 4 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ 2 ഇന്ത്യക്കാർക്ക് വധശിക്ഷ. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് വസ്തുക്കൾ എന്നിവ രാജ്യത്തേക്ക് കടത്തിയ കുറ്റത്തിനാണ് 2 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷുഹൈഖ് ആണ് താമസ കേന്ദ്രം. രാജ്യത്തിന് പുറത്തുള്ള ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർ. പ്രതികൾ ഏത് സംസ്ഥാനത്ത് നിന്നും ഉള്ളവരാണെന്ന് വ്യക്തതയില്ല. തമിഴ്നാട് തിരുപ്പുറംകുன்றம் മലമുകളിലെ കാർത്തിക ദീപം തെളിയിക്കൽ വിവാദത്തിൽ തമിഴ്നാട് സർക്കാരിന് കനത്ത തിരിച്ചടി. DMK സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുകയാണെന്ന് മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചു. തൂണിൽ ദീപം തെളിയിക്കുന്നത് ഭക്തർക്ക് കാണാനാണെന്നും കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. തമിഴ്നാട്ടിലെ മധുര തിരുപ്രംകുன்றത്ത് ദർഗയോട് ചേർന്ന വിളക്കുകാലിൽ ദീപം തെളിയിക്കാനാണ് കോടതി അനുമതി നൽകിയത്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് അനുമതി നൽകിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് G. ജയചന്ദ്രൻ, ജസ്റ്റിസ് KK രാമകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കേസിൽ ദീപം തെളിയിക്കുന്നത് വിലക്കുന്നതിനാവശ്യമായ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു. വിധി പറയുന്നതിനിടെ DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചു. ഒരു പ്രത്യേക ദിവസം ദേവസ്ഥാനം പ്രതിനിധികൾ പ്രത്യേക സ്ഥലത്ത് ദീപം തെളിയിക്കുന്നത് എങ്ങനെ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി ചോദിച്ചു. സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്താൽ മാത്രമേ അത്തരമൊരു പ്രശ്നമുണ്ടാകൂ. രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു സംസ്ഥാനവും ഇത്രത്തോളം തരം താഴില്ലെന്നും കോടതി വ്യക്തമാക്കി. തിരുപ്രംകുன்றம் കുന്നിൻ മുകളിലെ ഹസ്രത്ത് സിക്കന്ദർ ബാദുഷാ ദർഗയ്ക്ക് സമീപത്തുള്ള സർവേ കുറ്റിയിൽ ദീപം തെളിയിക്കാൻ അനുവദിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി GR സ്വാമിനാഥൻ ഉത്തരവിട്ടതാണ് പ്രശ്നം ആളിക്കത്തിച്ചത്. അന്ന് ജഡ്ജിയെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് ഇന്ത്യ മുന്നണിയിലെ MP-മാർ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പാലക്കാട് മദ്യം നൽകിയ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. പീഡന വിവരം പോലീസിനെ അറിയിക്കുന്നതിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നും അധ്യാപകനെതിരെ സ്കൂൾ നടപടി സ്വീകരിച്ചില്ലെന്നും AEO സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പീഡന വിവരം അറിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സ്കൂൾ അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയില്ലെന്നും രക്ഷിതാക്കളുടെ നിസ്സഹകരണവും വിഷയത്തിൽ പ്രശ്നമായെന്നും AEO സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. രക്ഷിതാക്കളുടെ നിസ്സഹകരണം കണക്കിലെടുക്കാതെ സ്വമേധയാ സംഭവം അറിഞ്ഞ ഉടൻ അധികൃതർക്ക് പരാതി നൽകാമായിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാതെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനോ രാജി എഴുതി വാങ്ങാനോ ശ്രമിച്ചില്ലെന്നും അധ്യാപകനെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. AEOയുടെ കണ്ടെത്തലിനു പുറമെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും നേരത്തെ സ്കൂളിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. പീഡന വിവരം അറിഞ്ഞിട്ടും അത് സ്കൂൾ അധികൃതർ ദിവസങ്ങളോളം മറച്ചുവെച്ചെന്നും പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിഷയം ചൈൽഡ് ലൈനിൽ പരാതിയായി നൽകുന്നതെന്നും റിപ്പോർട്ടിൽ നേരത്തെ പരാമർശിച്ചിരുന്നു. ഡിസംബർ 18-നാണ് വിദ്യാർത്ഥി സഹപാഠിയോട് പീഡന വിവരം തുറന്നു പറയുന്നത്. സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായ അനിലിനെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ സുഹൃത്തുക്കൾ വീടുകളിൽ വിവരം പറയുകയും വീട്ടുകാർ പോലീസിലും ചൈൽഡ് ലൈനിലും വിഷയം അവതരിപ്പിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്. Sharanamritam powered by Dhanalakshmi Bank. Banking on relationships forever. Swamiye Sharanamritam. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം
1,05,680 തീർത്ഥാടകർ ശബരിമലയിലെത്തി. മകരവിളക്ക് ഉത്സവത്തിനായി കഴിഞ്ഞ ദിവസം നട തുറന്നതു മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ശബരിമലയിൽ ഇപ്പോഴും തുടരുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും വരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നുണ്ടെങ്കിലും തിരക്ക് കൂടിയതോടെ ബുദ്ധിമുട്ടുകളുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അയ്യന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം ശബരിമലയിലേക്ക് പുറപ്പെട്ടു. 40 മാളികപ്പുറങ്ങളടക്കം 250 പേരടങ്ങുന്ന സംഘമാണ് ശബരീശ ദർശനത്തിനായി അമ്പലപ്പുഴയിൽ നിന്നും പുറപ്പെട്ടത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രഭാത ശീവേലിക്കു ശേഷം പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കുവാനുള്ള തങ്കത്തിടമ്പ് ക്ഷേത്രം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി കിഴക്കേ ഗോപുര നടയിൽ വെച്ച് പൂജിച്ച് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് കൈമാറി. തുടർന്ന് തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലേക്ക് എഴുന്നള്ളിച്ച് രഥഘോഷയാത്രയായി 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു. 49 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനവും 19 ആഴിപൂജകളും നടത്തിയ ശേഷമാണ് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത്. സദ്യ തുടങ്ങിയ ബലിതർപ്പണം തുടങ്ങിയ ചടങ്ങുകളെല്ലാം നടത്തി 13-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ശബരിമലയ്ക്ക് യാത്ര തിരിക്കും. പ്രത്യേകമായി ഞങ്ങൾക്ക് പടികയറുന്നുള്ള സൗകര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അനുവദിച്ചു തന്നിട്ടുണ്ട്. ശബരിമലയിലെ മഹാനിവേദ്യമായ എള്ള് പായസം, അമ്പലപ്രക്കാരുടെ എള്ള് നിവേദ്യം എന്ന് പറയുന്നത് ശബരിമലയിലെ മഹാനിവേദ്യങ്ങളിലൊന്നാണ്. 9-ന് മണിമലക്കാവിൽ ആഴിപൂജ, 11-ന് എരുമേലി പേട്ടതുള്ളൽ, 13-ന് പമ്പാ സദ്യ, മകരവിളക്ക് ദിവസം സന്നിധാനത്ത് നെയ്യഭിഷേകം, മഹാനിവേദ്യം, കർപ്പൂരാഴി പൂജ, മകരവിളക്കിന്റെ പിറ്റേ ദിവസം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് ശീവേലി എഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി 15-ന് രാത്രി സംഘം മലയിറങ്ങും. അമ്പലപ്പുഴക്കാർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് മകരവിളക്കു ദിവസം രാവിലെ ദേവന് അഭിഷേകം ചെയ്യും. ഇരുമുടിക്കെട്ടിൽ കരുതുന്ന കാരയെള്ള്, ശർക്കര, നെയ്യ്, തേൻ, കൽക്കണ്ടം, മുന്തിരി, തേൻ ഇവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ള് പായസം അത്താഴ പൂജയ്ക്ക് ദേവന് നിവേദിക്കും. 40 മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ 250 പേരാണ് സംഘത്തിലുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും പിടികൂടി ജയിലിലടച്ചതിൽ ലോകമെമ്പാടും പ്രതിഷേധം. US തീരുമാനത്തെ വിമർശിച്ച് ഭൂരിഭാഗം ലോകരാജ്യങ്ങളും രംഗത്തെത്തി. സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം പിടികൂടി ജയിലിലാക്കിയത് ആഘോഷമാക്കുകയാണ് വെനസ്വേലൻ. ഓഹരി വിപണി കാരക്കസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ BVC ഇന്നലെ 17% മുന്നേറിയത്. 367 പോയിന്റ് നേട്ടവുമായി സൂചിക 2598 വ്യാപാരം അവസാനിപ്പിച്ചു. പുതുച്ചേരിക്കെതിരായ വിജയ് ഹസാരെ ട്രോഫി മത്സരത്തിൽ കേരളത്തിന് ജയം. 47.4 ഓവറിൽ പുതുച്ചേരി ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം. കേരളം 8 വിക്കറ്റ് ശേഷിക്കെ 29 ഓവറിൽ മറികടന്നു. വെടിക്കെട്ട് ബാറ്റർ വിഷ്ണു വിനോദിന്റെ സെഞ്ചുറിയാണ് കേരളത്തിന് തുണയായത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ പുതിയ സീസൺ ഫെബ്രുവരിയിൽ നടക്കും. ഫെബ്രുവരി 2ാം വാരം കളിക്കാൻ സന്നദ്ധമാണെന്ന ക്ലബ്ബുകൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിരുന്നു. ശനിയാഴ്ച ചേർന്ന ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അടിയന്തര യോഗം AIFF ISL കോർഡിനേറ്റർ കമ്മിറ്റിയുടെ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. 2026 ഫിഫ ലോകകപ്പിന് മുന്നോടിയായുള്ള ആഗോള ട്രോഫി പര്യടനത്തിന് സൗദി അറേബ്യയിൽ തുടക്കമായി. ലോകകപ്പ് ട്രോഫിയുടെ 150 ദിവസം നീളുന്ന ലോകസഞ്ചാരത്തിന്റെ ആദ്യ കേന്ദ്രമായി ഫിഫ തെരഞ്ഞെടുത്തത് സൗദിയുടെ തലസ്ഥാനമായ റിയാദിനെയാണ്. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ കായിക ലോകത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ട്രോഫി അനാച്ഛാദനം ചെയ്തു. കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ എത്തിയ ട്രോഫിയെ ഫുട്ബോൾ ഇതിഹാസവും ഉദ്യോഗസ്ഥരും ചേർന്നാണ് വരവേറ്റത്. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം അലസാൻഡ്രോ ഡെൽ പിയറോ ട്രോഫി അനാച്ഛാദനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.